ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിട്ടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിട്ടുക്കൻ സൂപ്പിൻ്റെ റെസിപ്പി കേട്ടോ. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്ങാതിമാർക്ക് കൊതി വരും. ആർക്കായാലും തണുപ്പത്ത് ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഉള്ളൊരു സൂപ്പ് കഴിക്കാൻ ആർക്കാ കൊതി വരാത്തത്? അപ്പോൾ പിന്നെ നമുക്കിത് ഉണ്ടാക്കുന്നത് നേരെ കാണാം. ആദ്യം തന്നെ പാത്രം ചൂടാക്കുന്നു. പാത്രം ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സെല്ലറി ഇട്ട് കൊടുക്കുന്നു, ക്യാബേജ് ഇട്ട് കൊടുക്കുന്നു, ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു, ഓണിയൻ ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ഇട്ട ശേഷം നല്ല ക്ലീനാക്കിയ ചിക്കൻ്റെ എല്ലും പീസോ അല്ല ചിക്കനോ എടുത്തിട്ട് ഇന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി കിട്ടുവാണ്. അപ്പോൾ ഈ നൊരയും പതയൊക്കെ എടുത്തങ്ങ് കളയുക. ആ സമയത്ത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാലേ ഇതുപോലെ കിടുക്കാച്ച് വീഡിയോകളായിട്ട് നമ്മൾ അടുത്ത് വരുള്ളൂ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ തിളപ്പിച്ച ശേഷം ഇതുപോലെ അരിച്ച് മാറ്റി വെക്കാം. ശേഷം ഇതുപോലെ സ്റ്റൈലായിട്ട് നമുക്ക് ഇവന് വേണ്ട വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യാം. കണ്ടില്ലേ, ക്യാപ്സിക്കമൊക്കെ ചെറുതായി അരിയുക. കണ്ടില്ല, നല്ല സ്റ്റൈലായിട്ട് ഇത് കുനുകുനുകുനാന്നരിഞ്ഞെടുക്കാം. ശേഷം ക്യാബേജും അതുപോലെ തന്നെ കുനുകുനുകുനാന്നരിഞ്ഞെടുക്കാം. കണ്ടല്ലേ, ഇത് കാണാൻ തന്നെ നല്ല രസമല്ലേ. അതിനുശേഷം ഇതുപോലെ തന്നെ സ്പിനാച്ചും ഇതുപോലെ ചെറുതായി അരിയുക. സ്പിനാച്ച് കട്ട് ചെയ്ത ശേഷം കുറച്ച് കൊറിയാണ്ടറും ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി എരിവിന് വേണ്ടി പച്ചമുളകും ആവശ്യത്തിനങ്ങ് ഇതുപോലെ കുനുകുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളക് അരിഞ്ഞ ശേഷം ക്യാരറ്റ് ഇതുപോലെ സ്ലൈസ് ചെയ്ത ശേഷം ഇങ്ങനെ ചെറുതായി നീളത്തിലരിയുക. എന്നിട്ട് അവനെ 3-4 ചെറുതായിട്ട് കട്ട് ചെയ്യുക. ശേഷം ലൈറ്റർ വെച്ച് കറക്കുക, തീ പിടിപ്പിക്കുക. അടുത്ത സൂപ്പിന് വേണ്ട പാത്രം എടുത്ത് നമ്മൾ ചൂടാക്കുന്നു. ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ലൈറ്റായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കളറായി വരുമ്പോഴേക്ക് കണ്ടില്ല, നല്ല സ്റ്റൈലായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുതായി എരിഞ്ഞ പച്ചമുളക് വാരി ഇങ്ങ് വിതറുക. എന്നിട്ട് അവനെ അതിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. അവനൊന്നും ഒരു പരുവത്തിന് രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് ക്യാരറ്റ് എടുത്തൊരു മറിക്കുക. ക്യാരറ്റും ഇതിലിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. ഈ സംഭവങ്ങളൊക്കെ സെറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ ഇച്ചിരി പിനാച്ചെടുത്ത് ഒരു മറിക്കുക. പിനാച്ചിച്ച ശേഷം ക്യാബേജും ഇട്ട് കൊടുക്കുക. ക്യാബേജും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ക്യാബേജും എടുത്തൊരു മറിക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കുക. ആ ചൂടത്തിങ്ങനെ വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കൊറിയാണ്ടറും കൂടെ ഇട്ട് ലൈറ്റായിട്ട് കൊറിയാണ്ടറും കൂടെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ശേഷം കുറച്ച് ചില്ലി പേസ്റ്റ് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കും ചില്ലി പേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. കണ്ടോ, ഇതങ്ങ് മിക്സായി ഒരു ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് സ്റ്റോക്ക് എടുത്തൊരു മറിക്കാം. ഇതുപോലെ സ്റ്റോക്ക് എടുത്തൊരു മറിക്കുക. എന്നിട്ട് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക, നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ അവൻ തിളയ്ക്കാനങ്ങ് വെക്കുക. തിളയ്ക്കാൻ വെക്കുന്ന ശേഷം ഈ പാനങ്ങ് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഫൈനായിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് സെല്ലറി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സെല്ലറി ഒന്ന് വരണ്ട് വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. ഇതിന് ശേഷം ഇതിലിട്ടെന്ന് ഒരു 70% വേവിച്ചെടുക്കുക. ചിക്കൻ ഇതുപോലെ നല്ല രീതിയിലങ്ങ് വേവിക്കുക. വേവിച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ലൈറ്റായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സംഭവം സെറ്റായി വരുമ്പോഴേക്ക് ചങ്ങാതി വരെ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ഈ സാധനം എടുത്താൽ സൂപ്പിലേക്ക് ഒരു മറിക്കുക. കണ്ടല്ലേ, ആ സൂപ്പിലേക്ക് ഒരു മറിച്ച് കഴിയുമ്പോഴേക്ക് സൂപ്പിന് വേറെ ലെവലിലേക്കൊരു സ്മെല്ല് വരും കേട്ടോ. സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. ഇപ്പം തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. ഇപ്പം ഇതിലേക്ക് ഇതുപോലെ ഇങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം അതിലേക്ക് ആദ്യം ലൈറ്റ് സോയ, ശേഷം കുറച്ച് ഡാർക്ക് സോയ ഇതുപോലെ ഇട്ടങ്ങ് കലക്കി കഴിയുമ്പോൾ ഇവൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറിലേക്ക് വരുന്ന കാണാൻ പറ്റും. എന്നിട്ട് ഇവനെങ്കിൽ തിളയ്ക്കാൻ വെക്കാം. തിളച്ചങ്ങ് നല്ല ലെവലിലായി വരുമ്പോൾ അതിലേക്ക് സൂപ്പൊന്നും തിക്കാക്കണ്ട. അതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കോൺഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ സൂപ്പൊന്ന് ലൈറ്റായിട്ട് തിക്കായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഉപ്പ് വാരി വിതറി ആവശ്യത്തിന് ഉപ്പ് നോക്കിയ ശേഷം അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. കാരണം പുളി വേണം. പുളി ഉണ്ടെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ വിനാഗിരി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക.
അപ്പോൾ ഇവനങ്ങ് തിളച്ച് ഒരു മറിഞ്ഞൊരു പരുവായി കിട്ടും. ഇപ്പോൾ സൂപ്പ് നല്ല തിക്കായിട്ട് നമുക്ക് വേണ്ട എന്തോരം തിക്നെസ് വേണം അതിനനുസരിച്ച് നോക്കി തിളപ്പിച്ചെടുക്കുക, സെറ്റാക്കിയിടുക. ശേഷം ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് ഒരു 3-4 മുട്ട ഇങ്ങ് പൊട്ടിക്കുക, ഇതുപോലെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു പാട കിട്ടിയ പോലെ ഇങ്ങ് നിൽക്കുന്ന കാണാൻ പറ്റും സൂപ്പിലേക്ക് സംഭവം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ അവനെങ്കിൽ മിക്സ് ചെയ്യുക കണ്ടോ. ഈ സാധനം കാണാൻ തന്നെ ചങ്ങാതിമാർക്ക് കൊതിയാണെന്നുള്ളൂ, ഒരു രക്ഷയില്ല. എന്നിട്ട് ആ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലിലേക്ക് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കൊറിയാണ്ടറും കൂടെ നേരത്തോടെ അങ്ങ് വാരി ഇങ്ങ് വിതറിക്കും. ഇപ്പോൾ സ്മെല്ല് എൻ്റെ ചങ്ങാതി കിള്ളി പോവും. നേരെ ഒന്നും നോക്കണം, കണ്ണടച്ചങ്ങ് വീട്ടിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി. ഈ വക സാധനങ്ങളൊക്കെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു മറിക്കുക, ഇതുപോലെ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഇവനിലേക്ക് ഒരു ഇച്ചിരി ചില്ലി വിനീഗർ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ണടച്ചൊരു പിടുത്തം പിടിച്ചു. എൻ്റെ ചങ്ങാതി വേറെ ലെവലാ സംഭവം. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കും.